ക്ഷണം സ്വീകരിച്ച് സ്കൂളിൽ വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. നിങ്ങളെയൊക്കെ ആ ഒരു പഠനോത്സവത്തിനുള്ള ഒരു തയ്യാറെടുപ്പും എനർജി എല്ലാ രീതിയിലും നിങ്ങളെല്ലാവരും തയ്യാറായിട്ടിരിക്കുകയാണല്ലേ ഒരു പരിപാടികൾ അവതരിപ്പിക്കാൻ. അപ്പോൾ നമുക്കറിയാം ഇന്നിപ്പോ ഏറെ ചൂടിന്റെ ഒരു സമയത്താണെങ്കിലും നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലൊക്കെ നിങ്ങൾ ഫുൾ 101% എനർജിയാണ് അല്ലേ? ആണോ? ഫുൾ ഓഫ് എനർജിയാണോ? അപ്പൊ ഇനി 2 ആഴ്ചയും കൂടി ഉള്ളു സ്കൂൾ അടയ്ക്കാൻ. ഈ വർഷം നേരത്തെയാണ് പറ്റുന്നത് അല്ലെ? ഈ വർഷം 27-ന് അടുത്തതിന്റെ അടുത്ത ബുധനാഴ്ച സ്കൂൾ അടയ്ക്കുന്നു. അപ്പൊ അവധിയിലെ പരിപാടികളൊക്കെ എന്താണ് നിങ്ങളുടെ? അവധിക്ക് എന്തൊക്കെയാണ് പരിപാടി? വേളാങ്കല്ലിയോ? പാർക്കിൽ പോകും അങ്ങനെ. അപ്പൊ കുറെ പ്ലാനുകളൊക്കെ ആയിട്ട് നിങ്ങൾ തയ്യാറെടുത്തിരിക്കുകയാണ് അല്ലെ? കഴിഞ്ഞ തവണ ഞാനിവിടെ വന്നപ്പോ ആമസോൺ കാടുകളിൽ 4 കുട്ടികൾ നടത്തിയ അതിജീവന കഥയിലൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ്. നിങ്ങൾ വേനലവധി കാലത്ത് നീന്തൽ പഠിക്കണം. ഞാൻ പറഞ്ഞല്ലോ അല്ലെ? ഏപ്രിൽ മെയ് എന്ന് 2 മാസം അവധിയുണ്ട്. നിരവധി സമ്മർ ക്യാമ്പുകൾ നമുക്കറിയാം. വെക്കേഷൻ ബൈബിൾ ക്ലാസ് ആണെങ്കിലും ഡ്രോയിങ്, പെയിന്റിങ്, റോളർ സ്കേറ്റിങ്, തിയേറ്റർ, ഡ്രാമ, ഒരുപാട് ക്ലാസ്സുകൾ വരും. പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ നീന്തൽ അറിയുകയായിട്ടുള്ളത്. നീന്തലിന്റെ ഇഷ്ടംപോലെ ക്യാമ്പുകൾ വരുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു, കേരളത്തിന് ഏറ്റവും കൂടുതൽ മരണം വരുന്നത് മുങ്ങി മരണമാണ്. അതിൽ ഏറ്റവും കൂടുതൽ മരിക്കുന്നത് കുട്ടികളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നീന്തൽ പഠിക്കാൻ നല്ലൊരു എക്സസൈസ് ആണ്, നല്ലൊരു വ്യായാമമാണ്. നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ലൈഫ് സ്കില്ലുമാണ് അല്ലേ? വേണ്ടേ? അപ്പൊ സമയം ഉള്ളവരും നല്ല പരിശീലകരെ കണ്ടെത്തുന്നവരും തീർച്ചയായിട്ടും അവസരം നഷ്ടപ്പെടുത്താതെ നിങ്ങൾ നീന്തൽ പഠിക്കുക. ഓക്കെ? യെസ് ഓർ നോ? ഇപ്പൊ ഇന്ന് നിങ്ങൾ എന്തൊക്കെയാണ്? കുറെ പേരുടെ മുന്നിൽ കുറെ കയ്യിൽ മാസ്ക് ഒക്കെ ഞാൻ കണ്ടല്ലോ. എന്താണ് നിങ്ങളുടെ തയ്യാറെടുപ്പ്? മാസ്ക് ഒക്കെ വെച്ച് സ്കിറ്റാണോ? സ്കിറ്റ് ആണെന്ന് അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ. നിങ്ങളുടെ വായന ശീലമൊക്കെ എങ്ങനെ പോകുന്നു? പത്രമൊക്കെ നിങ്ങൾ വായിക്കുന്നുണ്ടോ? ഉണ്ടോ? പത്രം വായനയൊക്കെ ഉണ്ടോ? ഇപ്പൊ നമ്മൾ പത്രം വായിച്ചാൽ എന്താണ് കാണുന്നത്? ഫുൾ മൃഗത്തലിയാണ് കാണുന്നത്. കാട്ടാനയുടെ, പുലിയുടെ, അതുപോലെ ഇന്നലെ പത്രത്തിലുണ്ട് മ്ലാവ് ഇരിച്ചിട്ട് ഓട്ടോയിൽ തട്ടി ഒരാൾ മരിച്ചു. മ്ലാവ് എന്ന് പറയുന്നത് മാനിന്റെ തന്നെ വേറെ ഒരു അല്ലെ, മാനിനെ പോലെ തന്നെയുള്ള വേറൊരു മൃഗമാണ്. 300 കിലോ വരെയൊക്കെ വരുന്നു പറയുന്നു ഒരു മ്ലാവ്. അപ്പോൾ ഈ കാട്ടാനകളും ഇങ്ങനെയുള്ള കാട്ടുമൃഗങ്ങളും മൃഗക്കലി ഇതുവരെയായി നമ്മൾ എത്തിയിരിക്കുന്നു അല്ലേ? അപ്പോ നിങ്ങൾ പത്രം വായിച്ചാൽ അതൊക്കെ മനസ്സിലാവും. ഓസ്കാർ അവാർഡിലേക്ക് നിങ്ങൾ വായിച്ചോ? ഓസ്കാർ കിട്ടിയത് നിങ്ങളവർക്ക് വായിച്ചറിയുന്നത് നല്ലതാണ്. ഓസ്കാർ കിട്ടിയത് ഏത് സിനിമയ്ക്കാന്നറിയോ? ഓപ്പൺ ഹൈമർ അല്ലേ? അപ്പോൾ ഇനി നിങ്ങൾ വേണം, നിങ്ങളൊക്കെ ഇനി ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങളുടെ ഭാവനയിലും ക്രിയേറ്റിവിറ്റിയിലും ഒക്കെ വേണം നല്ല നല്ല സിനിമകളും നല്ല നല്ല രചനകളും ഒക്കെ കൊണ്ടുവരാം. അപ്പൊ നിങ്ങളൊക്കെ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടാണല്ലോ നിങ്ങൾക്ക് വളരുന്നത് അല്ലേ? സ്വപ്നങ്ങൾ കാണുന്നില്ലേ? അപ്പൊ ആ സ്വപ്നങ്ങളിലേക്ക് എത്താനായിട്ട് നിങ്ങളുടെ ഈ ഇത്രയും നല്ലൊരു വിദ്യാലയം, അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും, നല്ല അധ്യാപകരും, ഇവിടെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളും എല്ലാവരും നിങ്ങളുടെ ഒപ്പമുണ്ട്, നല്ല കൂട്ടുകാരും. അപ്പോ നിങ്ങൾ ഇത് മാക്സിമം നിങ്ങളുടെ ഈ ഒരു കുട്ടിക്കാലത്തിന്റെ അറിവുകളും എല്ലാവിധ സാഹചര്യങ്ങളും എല്ലാ വിധത്തിലുള്ള പോസിബിലിറ്റീസ് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ വിടർത്തിക്കൊണ്ട് നല്ല കുട്ടികളായി, നല്ല മനസ്സുള്ള, നല്ല ഹൃദയമുള്ള, നന്മയുള്ള നല്ല കുട്ടികളായി നിങ്ങൾ പഠിച്ചു വരണം. ഈ ഒരു അവധി സമയത്ത് നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടിയൊക്കെ പുഴയിലാണെങ്കിലും കുളത്തിലൊക്കെ ആണെങ്കിലും ഒക്കെ നിങ്ങൾ പോവുക അല്ലെ? കാരണം ഏറ്റവും കൂടുതൽ ആ സമയത്താണ് പത്രങ്ങളില് അപകടങ്ങൾ നമ്മൾ വായിക്കുന്നത്, പ്രത്യേകിച്ച് വേനലവധി സമയത്ത്. അപ്പൊ യാത്രകൾക്ക് പോകുമ്പോഴും വിനോദയാത്രകൾക്ക് പോകുമ്പോഴും മറ്റേത് കളിക്കാനും കൂട്ടുകാരുടെ വീട്ടിലോട്ടൊക്കെ പോകുമ്പോൾ ഏറെ ജാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടിയൊക്കെ പോവുക. നല്ലൊരു അവധിക്കാലമാകട്ടെ നിങ്ങൾക്ക്. അപ്പോ നിങ്ങൾ പഠിച്ചും കളിച്ചും ചിരിച്ചും ഒക്കെ ആ രീതിയിൽ വളർന്ന് ഇനി ഈ വർഷം വേറെ സ്കൂളിലോട്ട് പോകുന്നവരുണ്ടോ? ഇവിടുന്ന് ഉണ്ടോ?
4ാം ക്ലാസ് കഴിഞ്ഞല്ലേ? ഓക്കെ. അപ്പൊ എവിടെ നിങ്ങൾ ചെന്നാലും നിങ്ങളുടേതായിട്ടുള്ള ഒരു കയ്യൊപ്പ് നിങ്ങൾക്ക് പഠിപ്പിക്കാനും നല്ല സൗഹൃദങ്ങൾ വഴി നല്ല നല്ല തെരഞ്ഞെടുപ്പുകൾ വഴി നിങ്ങൾക്ക് ജീവിതത്തിൽ ഉന്നത വിജയം നേടിയെടുക്കാനായിട്ട് സാധിക്കണം. അപ്പൊ എല്ലാവരും നിവർത്തിയിരിക്കെ ശ്രദ്ധയോടുകൂടി എല്ലാവർക്കും ലഞ്ചൊക്കെ കഴിഞ്ഞ് നല്ല ഊർജ്ജസ്വലതയോടുകൂടി ഇരിക്കും. നിവർത്തിയിരുന്നേ കൂടിയിരിക്കാണ്. നിവർത്തിരിക്കും. കണ്ണൊക്കെ തുറന്നു പിടിക്കും. കണ്ണും കാതും ഹൃദയവും ഒക്കെ തുറന്നു പിടിക്കും. അതിനാണ് നമ്മൾ വിദ്യാലയത്തിൽ വരുന്നത്, എല്ലാ അറിവുകളും സ്വീകരിക്കാനും അല്ലേ? യെസ്. നിവർത്തിരുന്നോ? എല്ലാവരും നന്നായിട്ട് സ്മൈൽ ചെയ്തേ. ഓക്കെ. അപ്പോ നിങ്ങൾക്ക് എല്ലാവരും നന്മകൾ വരട്ടെ. അപ്പൊ നമുക്ക് ആ പഠനം കുറിലോട്ട് അല്ലേ പോകാം. ഓക്കെ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ശ്രീരാമകൃഷ്ണ പരമഹംസനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ശ്രീരാമകൃഷ്ണ പരമഹംസൻ കേട്ട് അറിയില്ല അല്ലെ? ഒരു ചിന്തകനായിരുന്നു, അതുപോലെ തന്നെ ഒരു ഗുരുവായിരുന്നു. നമ്മുടെ ഇന്ത്യയുടെ തന്നെ നല്ലൊരു ഗുരുവായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തന മതപരമായിട്ടുള്ള നല്ല കാഴ്ചപ്പാടുള്ള മനുഷ്യനായിരുന്നു. ഒരിക്കലും ഒരു കഥ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കഥ കേൾക്കാൻ ഇഷ്ടമാണ്. ഒരു ചെറിയ കഥ. ഒരിക്കല് ഒരു ഗ്രാമത്തില് രാത്രി ഒരു കള്ളനുണ്ട്. കള്ളനെ ഒരു പട്ടി കണ്ടു. എന്ത് ചെയ്യും? പട്ടി വീടിന്റെ അകത്താണ്, കള്ളൻ പുറത്താണ്. എന്ത് ചെയ്യും? ഒരു പട്ടിയെ കണ്ടുള്ളൂ. പട്ടി കുരച്ചു. ആ പട്ടിയുടെ കുരകേട്ട് വീണ്ടും എന്ത് ചെയ്യും? കള്ളൻ പേടിച്ചു. എങ്കിലും പട്ടിയുടെ കുര കേൾക്കുമ്പോൾ ബാക്കിയുള്ള പട്ടികൾ എന്ത് ചെയ്യും? കുറച്ചു. അങ്ങനെ ആ നാട് മുഴുവൻ കുരയായി. കുറച്ച് പട്ടി മാത്രം ഇങ്ങനെ പട്ടികൾ കുറയ്ക്കുക. കുറെ നേരം കഴിഞ്ഞപ്പോൾ എല്ലാ പട്ടികളും കുര നിർത്തി. പട്ടികളെല്ലാം കുര നിർത്തി. പക്ഷെ ഈ കള്ളനെ കണ്ട പട്ടി മാത്രം ഇങ്ങനെ കുരച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന് കുരക്കാതിരിക്കാൻ പറ്റുന്നില്ല. എന്താണ്? കള്ളനെ കണ്ടു, അവൻ മാത്രമേ കണ്ടുള്ളൂ അല്ലേ? അപ്പൊ അതുകൊണ്ട് അവരിങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും. അപ്പോ നടനെ കുറിച്ച് പറയുമ്പോൾ സമൂഹത്തില് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചിലപ്പോൾ ഒരു സ്കൂളില് ഒരു പ്രോഗ്രാമുണ്ട്, വേറൊരു ദിവസം വേറൊരു സ്കൂളിൽ. അപ്പൊ ഇങ്ങനെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഒന്നും പ്രതീക്ഷിക്കാതെ തന്റെ കയ്യിൽ നിന്നുള്ള പൈസ തന്നെ എടുത്തുകൊണ്ട് നമ്മളോടും അല്ലെങ്കിൽ സമൂഹത്തോടും എല്ലാം ചെയ്യുന്ന രൂപ